ഞാൻ പ്രാർത്ഥിക്കുന്നതോടെ പ്രശ്നം കൂടി കൂടി വരികയാ. ദൈവം അറിയാതെ ഒന്നും വരത്തില്ല. എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൂടോടെ പിടികൊണ്ട് വരാനാ. വല്ല മതദേശത്തെ സന്ദർശിക്കാൻ വേണ്ടിയാ. വല്ല മതദേശത്തുനിന്ന് കുറെ വ്യക്തികളെ കർത്താവിന് പുറത്തു കൊണ്ടുവരണം. എത്ര ചേർന്ന് രാമൻ പറയാനാണ് വരും. വരുന്ന കഷ്ടതകളും വരുന്ന പ്രതികൂലങ്ങളും വരുന്ന രോഗങ്ങളും വരുന്ന നിന്ദകളും എന്തിനു വേണ്ടിയാ? നിന്നെ തകർക്കാനല്ല, മുടിക്കാനല്ല, പണിതെടുക്കാൻ വേണ്ടിയാ. ആസാബ് ഒടുവിൽ കർത്താവിന്റെ അരികിൽ ചെന്നു. അപ്പോഴാ മനസ്സിലായേ, സ്തോത്രം, താൻ പുറം കണ്ണുകൊണ്ട് കണ്ടതല്ല, താൻ അകം കണ്ണുകൊണ്ട് കണ്ടതാണ്. പുറം കണ്ണുകൊണ്ട് കാണുന്നത് വിശ്വസിക്കരുത്, അകം കണ്ണുകൊണ്ട് കാണുന്നത് വിശ്വസിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ, ഭാരങ്ങളുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ തമ്പുരാന്റെ സന്നിധിയിൽ വരണം. പറഞ്ഞ് ഞാൻ യേശുവിന്റെ സന്നിധിയിൽ പോകും. നിങ്ങളുടെ വിഷയമായിട്ട് അവിടെ ഒരു മനുഷ്യനെടുത്ത് പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ വിഷയമായി താഴത്ത് പോകണം. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു തമ്പുരാൻ നിന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദരിമാരെ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആലോചനയിൽ വിജ്ഞാനമുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പദ്ധതിയുണ്ടെന്ന് ഇന്നത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചനയിൽ മാറ്റം ചെയ്യുന്നു. അത് പ്രാപിച്ചു. എലീശ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്കെനിക്ക് വേണം. ഇവിടെ പറഞ്ഞിരുന്നാണ് നിന്റെ ആത്മാവിന്റെ, കാരണം ഞാൻ നിന്റെ ജനറേഷനല്ല, ഈ അടുത്തൊരു ജനറേഷനിലേക്ക് കയറാൻ പോകും. ഞാൻ അടുത്തൊരു തലത്തിലേക്ക് പോവുക. അപ്പൊ നിന്റെ ആത്മാവിന്റെ ഇരട്ടി ശക്തി എനിക്ക് വേണം. ഉടനെ അറിയാൻ എന്താ പറഞ്ഞേ? ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ. there is a condition. ഹലോ, ഒരു വ്യവസ്ഥ ദൈവത്തിലുണ്ട്. സ്തോത്രം, നല്ലതുപോലെ നീ ദൈവത്തെ കണ്ട ചില കൈമാറ്റങ്ങൾ പകരപ്പെടുന്നുണ്ട്. നല്ലതുപോലെ നിങ്ങൾ ദൈവത്തെ കണ്ടാൽ നിങ്ങളുടെ മേൽ ഇരട്ടി പങ്കിന്റെ പുതപ്പ് വീഴും. അത് ഇന്ന് പകൽ കർത്താവ് തരും. അത് നിങ്ങളുടെ പുറം കണ്ടടയണം, അകം കണ്ടൊന്ന് തുറക്കണം. സ്തോത്രം, യഥാർത്ഥമായിട്ട് ദൈവവും നിങ്ങളും തമ്മിൽ കണക്റ്റായി മാറുമ്പോൾ ഈ പുതപ്പ് നിങ്ങളുടെ മേൽ വന്നു വീഴും. സ്തോത്രം, ഈ പുതപ്പ് നിങ്ങളുടെ മേൽ വന്നു വീഴും. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് കൂടുതൽ കൈമാറ്റം ചെയ്യുകയോ, ചിലരുടെ ദൈവത്തിന്റെ പുതപ്പ് ഇന്ന് പകൽ വന്ന് വീഴുകയാ. പ്രാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രാപിച്ചെടുത്തോ. പ്രാപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പ്രാപിച്ചെടുത്തോ. ഇന്ന് പകൽക്കാലം ചില അധികാരത്തിന്റെ കൈമാറ്റങ്ങൾ. ഓ സ്തോത്രം, നിന്റെ മേൽ ദൈവത്തിന് ആലോചന ഉണ്ടെങ്കിൽ ഈ ആലോചന നടക്കുന്ന ദുഷ്ടന്മാരുടെ ആലോചന. അപ്പം ദുഷ്ടന്മാർക്ക് എന്തുണ്ട്? ഹലോ, ദുഷ്ടന്മാർക്ക് എന്തുണ്ട്? അപ്പൊ ഞാൻ നടക്കുന്നത് ഏത് ആലോചനയിലാണെന്ന് ചിന്തിച്ചു. ഒരു ദൈവവൈദ്യന്റെ നടപ്പ് കണ്ടാൽ അറിയാം, ഒരു ദൈവവൈദ്യന്റെ നിൽപ്പ് കണ്ടാൽ അറിയാം, ഒരു ദൈവവൈദ്യന്റെ ഇരിപ്പ് കണ്ടാൽ അറിയാം ആരുടെ ആലോചന. ദൈവസഭയെ നോക്കി കർത്താവ് ശക്തമായിട്ട് ഇടപെടുകയാ. ദുഷ്ടന്മാരുടെ ആലോചനയുണ്ട്, ദൈവത്തിന്റെ ആലോചനയുണ്ട്. ഇതിൽ ഏതിലാ എന്റെ നടപ്പെന്ന കർത്താവ് ചോദിക്കുന്നു. ഹലോ, സ്വയം ഒന്നും വിഘ്നം ചെയ്തേ. എല്ലാം ഇരിക്കുന്നവരെല്ലാവരും ചിന്തിച്ചേ, ഞാൻ ഏത് ആലോചനയാ നടക്കണേ? ഞാൻ ഇഷ്ടംപോലെ വചനം കേൾക്കുന്ന വ്യക്തിയാ. സ്തോത്രം, ഇഷ്ടംപോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ. ഞാൻ ഇഷ്ടംപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാ. ഞാൻ ഏത് ആലോചനയാണ് നടന്നു പോകുന്നത്? പൈശാചിക ശക്തിയുടെ ആലോചനയിലാണോ ഞാൻ നടന്നു പോകുന്നതോ ഞാൻ ദൈവത്തിന്റെ ആലോചനയിലാണോ നടക്കുന്നത്? ദൈവത്തിന്റെ ആലോചനയാണ് നീ നടക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം, നിനക്കൊരു വ്യത്യാസം ഉണ്ടാകും. സ്തോത്രം, നിന്റെ മേൽ ദൈവത്തിന് ചില പ്രവർത്തികൾ ചെയ്തെടുക്കും. കർത്താവിടെ ചൂണ്ടുകയല്ലേ, ഇതിനകത്തിരിക്കുന്നവരെ കർത്താവ് ചൂണ്ടുകയാ. പ്രാപിക്കാൻ